ഹലോ ഗൈസ്, നമ്മൾ മുൻപിട്ടിരുന്ന ഒരു വീഡിയോ ഒക്കെ തൊട്ട് താഴെ കമൻറ്റ് വന്നിരുന്ന ഒരു കാര്യം ഒരാൾ ചോദിച്ചതായിരുന്നു. സാർ, എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ IGNTUവിൽ പോകണമെന്നുള്ള കാര്യം. ഈ IGNTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വേറെ ഒന്നുമല്ല, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ട്രൈബൽ, അപ്പോൾ ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, ട്രൈബൽസ് അല്ല, എല്ലാവർക്കും എന്ത് ചെയ്യാം, അവിടെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഈ IGNTUയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ 37ഓളം കോഴ്സുകൾ ഇവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് മധ്യപ്രദേശിലാണ് വരുന്നത്. മധ്യപ്രദേശിൽ കുറച്ച് ഉള്ളിലേക്കാണ്, അമർകണ്ടക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ, PhD അഥവാ നമുക്ക് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാനുള്ള അങ്ങനെയുള്ള കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെന്ന് മാത്രമല്ല, കംപ്ലീറ്റ് ഇതിനെ ഫണ്ട് ചെയ്യുന്ന ആരാണ്? UGC ആണ്, അഥവാ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് വഴിയാണ് ചെയ്യുന്നത്. ഇതൊരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു, പക്ഷേ ട്രൈബൽസിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, എങ്ങനെയാണ് ഇവിടെ UGയിലേക്ക് അഡ്മിഷൻ കിട്ടുക വെച്ചാൽ, അതിന് നമുക്ക് CUT വഴി മാത്രമേ മാർഗുള്ളൂ. നിങ്ങൾ +2 നല്ല മാർക്കുണ്ട് വിചാരിച്ചിട്ട് കാര്യമില്ല, CUT വഴിയേ CUT UG എക്സാം എഴുതിയാൽ മാത്രമേ ഇവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ കിട്ടുന്ന അഡ്മിഷൻ എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുന്ന അഡ്മിഷനാണ്. അതാണ് വലിയൊരു മാറ്റമുള്ളത്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള യൂണിവേഴ്സിറ്റികൾ, അഥവാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് പറയാം. ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുള്ള കാര്യം മാത്രമല്ല, ഈ പറഞ്ഞ അമർകണ്ടക്കിലുള്ള ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി IGNTU വരുന്നത് നമുക്ക് 2007 സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേക ആക്ട് വഴി പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് വന്ന യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള, ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. ആ കുട്ടീനോട് ചോദിച്ചത് BCOമിന് ഏതാ നല്ലതെന്ന്. BCOM മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ ഒന്നും വലിയ പ്ലാനിലൊന്നും ഇല്ലെങ്കിൽ, അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് ഒന്നും വേണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഈ പഠിച്ചാൽ മതി. കാരണം എന്ന് പറഞ്ഞതല്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ IGNTU കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു എക്സ്പോഷർ കിട്ടേണ്ടതാണ്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുന്ന് ആവറേജ് LPA കൊടുത്തിട്ടുള്ളത്, അഥവാ ഈ പറഞ്ഞ BA ആർട്സും BCOM ഒക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് ആവറേജ് LPA കൊടുത്തിട്ടുള്ളത് 4 ലക്ഷമാണ് മിനിമം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആവറേജ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാസം ഒരു 30,000+ എത്രയൊക്കെ സാലറി കിട്ടുന്ന ജോലികളാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ കാലിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, കാലിക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് വേറെ എവിടെയല്ല, മലപ്പുറം ജില്ലയിലുള്ള തേഞ്ഞിപ്പലത്താണ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്നുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടാവും. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിൽ എന്താണ്, CUT ആണോ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. CUTയിലെ സ്കോർ വെച്ചിട്ടല്ല അവിടെ പരിഗണിക്കുന്നത്, നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് നോക്കിയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ +2ന് അത്യാവശ്യം നല്ല മാർക്കാണ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകാം. അവിടെയും എന്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയും PGയും B.Edും ഈ പറഞ്ഞിരിക്കുന്ന PhD ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് CUT വഴിയല്ല, അത് UG CAP ID വെച്ചിട്ടാണ്. ഓക്കെ, CAP എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിഷൻ പോർട്ടലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സമർത്ത് പോർട്ടലാണ് ഈ പറഞ്ഞ അമർകണ്ടകിൽ നിൽക്കുന്ന IGNTU. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ +2 റിസൾട്ടിനെ മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി CUT എക്സാം നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് BCOM പഠിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത് CUT എക്സാം നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾക്ക് പക്ഷേ എന്ത് ചെയ്യുക, ഒരു വർഷം കളയാനില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു വർഷം CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ അക്കാഡമിക്കാരനെ പഠിച്ചുകൊണ്ട് തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നല്ല മാർക്ക്, +2ന് നല്ല മാർക്കും നല്ല ഗ്രേഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യാം. കാരണം അവിടെ CUTയുടെ സ്കോറല്ല പരിഗണിക്കുന്നത്, +2ൻ്റെ റിസൾട്ട് മാത്രം. എന്നാൽ +2ന് ജസ്റ്റ് പാസ് മാത്രമേ ഉള്ളൂ, വലിയ മാർക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് അഡ്മിഷൻ ഒന്നും കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, CUT എക്സാം 2026 നടന്ന എക്സാം എഴുതിയ ഒരാളാണെന്ന് വിചാരിക്കാം. അത്യാവശ്യം സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് CUTക്ക് കിട്ടിയിരുന്ന് വിചാരിക്കുക. അമർകണ്ടക്കിലുള്ള ഈ പറഞ്ഞ IGNTU, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒരു BCOM മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നൊരു ആഗ്രഹത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സ്കോറാണെങ്കിൽ പോലും എന്ത് ചെയ്യും, IGNTUവിൽ അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ മറക്കണ്ട, ഇങ്ങനെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തരാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, എന്താണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറായാലും മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കും കാര്യങ്ങൾക്കും ഇൻഫർമേഷനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.